എല്ലാവർക്കും കിന്നു സ്റ്റിച്ചിങ്ങിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്നിവിടെ ബിഗിനേഴ്സിന് വേണ്ടിയിട്ട് ഒരു ചുരിദാർ കട്ടിങ് ആൻഡ് സ്റ്റിച്ചിങ് ആണ് ചെയ്യാൻ പോകുന്നത്. ഈ വീഡിയോയിൽ ഇപ്പോൾ കട്ടിങ് മാത്രമാണ് പറയുന്നത്. നമ്മൾ സ്റ്റിച്ചിങ് അടുത്ത വീഡിയോയിൽ ചെയ്യുന്നതായിരിക്കും. അതിന് വേണ്ടിയിട്ട് നമ്മൾക്ക് അളവ് പാകമുള്ള ഒരു ചുരിദാർ എടുത്തിട്ട് നമ്മൾ നടുമടക്കിയിട്ട് വയ്ക്കാം. ഇനി നമ്മൾ അതിൻ്റെ ഷോൾഡറാണ് ആദ്യമായിട്ട് കണ്ടുപിടിക്കാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് നമ്മളിതുപോലെ ആക്കി ഈ കഴുത്തിൻ്റെ ഇവിടെ നിന്ന് ഒരു സ്ട്രെയിറ്റ് ലൈൻ പോലെ നമുക്ക് വരച്ചെടുക്കാം. അപ്പോൾ നമുക്ക് ഷോൾഡർ കിട്ടുന്നത് 6.5 ഇഞ്ചാണ്, 6.5 ഇഞ്ചാണ്. അപ്പോൾ നമുക്കൊന്ന് നോട്ട് ചെയ്ത് വയ്ക്കാം. ഷോൾഡർ 6.5 ഇഞ്ച്. ഇനി നമ്മൾക്ക് അടുത്തതായി കണ്ടുപിടിക്കാൻ പോകുന്നത് ആം ഹോളാണ്. അതും നമുക്കിവിടെ നോട്ട് ചെയ്ത് വെക്കാം. ആം ഹോള് 6.5 ഇഞ്ച്. ഇനി നമുക്ക് ചെസ്റ്റാണ് കണ്ടുപിടിക്കാനുള്ളത്. ചെസ്റ്റ് എന്ന് പറയുന്ന ഈ കൈക്കുഴിയുടെ ഇവിടുന്ന് ഷെയർ ചെയ്യാം, കമൻറ്റ് ചെയ്യാം. അത് നമുക്ക് ഇവിടെ ചെസ്റ്റ് കിട്ടുന്നത് 10 ഇഞ്ചാണ്. 10 ഇഞ്ചിൻ്റെ കൂടെ നമുക്കൊരു 1.5 ഇഞ്ച് തയ്യൽ തുമ്പും കൂടെ കൊടുക്കാം. അതും നമുക്ക് നോട്ട് ചെയ്ത് വയ്ക്കാം. ചെസ്റ്റ് 10 ഇഞ്ച് നമ്മളുടെ അതും പ്ലസ് 1.5 ഇഞ്ച് തയ്യൽ തുമ്പും. ഇനി നമുക്ക് വേസ്റ്റാണ് കണ്ടുപിടിക്കാനുള്ളത്. വേസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മളുടെ അരഭാഗത്തിൻ്റെ, അത് നമ്മൾ ഷോൾഡറിൻ്റെ അവിടെ നിന്നും 12.5 ഇഞ്ച് താഴ്ഭാഗത്താക്കി നീക്കി നമുക്കൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. പിന്നീട് ആ ഭാഗത്തുള്ള വീതി എത്രയാണെന്ന് നോക്കുക. നമുക്കിവിടെ 8.5 ഇഞ്ചാണ് കിട്ടിയിട്ടുള്ളത്. 1.5 ഇഞ്ച് നമുക്ക് തയ്യൽ തുമ്പൂടെ ആഡ് ചെയ്യാം. അതും നമുക്കിവിടെ നോട്ട് ചെയ്ത് വയ്ക്കാം. ഇനി നമുക്ക് സ്ലിറ്റിൻ്റെ ഭാഗത്തേക്കുള്ള ഇറക്കാണ് നോക്കേണ്ടത്. അപ്പോൾ നമ്മൾ ഈ സ്ലിറ്റിൻ്റെ അവിടെ വരെ എത്ര ഇറക്കമുണ്ടെന്ന് നോക്കാം. ഇവിടെ ഇപ്പോൾ 19.5 ഇഞ്ചാണ് സ്ലിറ്റിൻ്റെ ആ ഭാഗത്തേക്ക് വരെയുള്ള ഇറക്കം. അതും നമ്മളൊന്ന് നോട്ട് ചെയ്ത് വയ്ക്കാം. ഈ 19.5 ഇഞ്ചിൻ്റെ കൂടെ നമുക്കൊരു 1 ഇഞ്ച് തയ്യൽ തുമ്പായിട്ട് കൂട്ടിയെടുക്കണം. ഇനി നമുക്ക് സ്ലിറ്റ് ഭാഗത്തേക്കുള്ള വീതിയാണ് എടുക്കേണ്ടത്. അപ്പോൾ നമ്മൾ ഇവിടെ നിന്നും സ്ലിറ്റിലോട്ട് എത്ര വീതി ഉണ്ടെന്ന് നോക്കാം. അപ്പോൾ 10.5 ഇഞ്ചാണ് നമുക്ക് സ്ലിറ്റിൻ്റെ അവിടേക്കുള്ള വീതി. ഈ 10.5 ഇഞ്ചിൻ്റെ കൂടെ നമുക്ക് 1 ഇഞ്ച് തയ്യൽ തുമ്പൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് നമ്മുടെ ക്ലോത്തിലേക്ക് ഈ അളവുകളെല്ലാം അളന്നെടുത്ത് വെട്ടിയെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ക്ലോത്ത് ഇതുപോലെ ആണ് മടക്കുന്നത്. ഇതുപോലെ മടക്കി നടുമടക്കി ഇങ്ങനെ എടുത്തിട്ടുള്ളൊരു ക്ലോത്താണിത്. ഇപ്പോൾ നമുക്ക് 2 ഫോൾഡ് ചെയ്ത ഭാഗമാണ് ഈ സൈഡിൽ വരുന്നത്. ഇനി നമ്മൾ ആദ്യമായിട്ട് അളവെടുക്കാൻ പോകുന്നത് നമ്മളുടെ ഷോൾഡറാണ്. അപ്പോൾ നമ്മൾ മുകളിൽ നിന്നും ഷോൾഡർ 6.5 ഇഞ്ച് അടയാളപ്പെടുത്താം. അവിടെ നിന്നും ആം ഹോളും നമുക്ക് 6.5 ഇഞ്ചാണ്. അപ്പോൾ നമ്മൾ ഇങ്ങോട്ട് താഴ്ത്തിയിട്ട് 6.5 ഇഞ്ചൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മൾ മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചെസ്റ്റാണ്. ചെസ്റ്റ് നമ്മളിവിടെ 10 ഇഞ്ച് ചെസ്റ്റും 1.5 ഇഞ്ച് തയ്യൽ തുമ്പും. അത് നമുക്കിവിടെ മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതെല്ലാം കൂടെ ഒന്ന് ചേർത്ത് വരച്ചെടുക്കാം.
ഇനി നമ്മൾ വേസ്റ്റ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ 12.5 ഇഞ്ചിലൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. അവിടെ നമുക്ക് കിട്ടിയിട്ടുള്ളത് 8.5 ഇഞ്ചാണ്. 8.5 ഇഞ്ചും പ്ലസ് 1.5 ഇഞ്ച് തയ്യൽ തുമ്പും നമുക്കിവിടെ മാർക്ക് ചെയ്ത് വരച്ചു കൊടുക്കാം. 8.5 ഇഞ്ചിൻ്റെ അവിടെ ഒരു മാർക്ക് ചെയ്യാം. പിന്നെ നമുക്ക് 1.5 ഇഞ്ച് കൂട്ടിയിട്ട് 10 ഇഞ്ചിൻ്റെ അവിടെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് സ്ലിറ്റിൻ്റെ അവിടേക്കുള്ള ഇറക്കാണ് നോക്കേണ്ടത്. അത് 19.5 ഇഞ്ചാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. നമ്മൾ 19.5 ഇഞ്ചിലൊന്ന് സ്ട്രെയിറ്റായൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് സ്ലിറ്റിൻ്റെ ആ ഭാഗത്തേക്കുള്ള വീതിയാണ്. അത് നമുക്കിവിടെ കിട്ടുന്നത് 10.5 ഇഞ്ചാണ്. 10.5 ഇഞ്ചിൻ്റെ അവിടെ നമ്മളൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. നമ്മളിവിടെ അവിടേക്കുള്ള വീതി 10.5 ഇഞ്ചാണ് എടുക്കുന്നത്. 10.5 ഇഞ്ചിൻ്റെ കൂടെ നമ്മളൊരു 1 ഇഞ്ച് കൂടെ കൂടുതലായിട്ട് എടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഈ മാർക്ക് ചെയ്തതൊക്കെ ഇതുപോലെ ഒന്ന് യോജിപ്പിച്ച് കൊടുക്കാം. ഇനി താഴ്ഭാഗത്തേക്ക്, അതായത് സ്ലിറ്റിൻ്റെ ഇറക്കം, അത് നമ്മൾ ടോട്ടലായിട്ട് ഞാനിവിടെ ചുരിദാറിൻ്റെ ലെങ്ത്ത് എടുത്തിട്ടുള്ളത് 37 ഇഞ്ചാണ്. പിന്നെ 1.5 ഇഞ്ച് തയ്യൽ തുമ്പോടെ ചേർത്തിട്ട്. അപ്പോൾ താഴ്ഭാഗം വരെ നമ്മൾ ഈ ഭാഗത്ത് നിന്നും ഒരു സ്ട്രെയിറ്റ് ലൈനായിട്ട് വരച്ചു കൊടുക്കാം. ഇനി നമ്മൾ ആം ഹോളിന് വേണ്ടിയിട്ട് 1.5 ഇഞ്ച് ഉള്ളിലോട്ടായി ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് മുകളിലെ ഈ ഭാഗത്തു നിന്നും ചെറുതായി ഒന്ന് കർവ് ചെയ്ത് ഇതുപോലെ വരച്ചെടുക്കാം. ഈ പോയിന്റിലേക്കാണ് നമ്മൾ മുട്ടിക്കേണ്ടത്. ഇത് നമ്മുടെ ബാക്ക് ആം ഹോളാണ്. ഇനി നമുക്ക് ഫ്രണ്ട് ആം ഹോളിന് വേണ്ടിയിട്ട് ഒരു 1/2 ഇഞ്ച് നീക്കി ഇതുപോലെ ഒന്ന് കുഴിച്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇത് നമ്മളുടെ ഫ്രണ്ട് ആം ഹോളാണ്. ഇനി നമുക്ക് ഈ മാർക്കിങ്ങിലൂടെ എല്ലാം ഒന്ന് കട്ട് ചെയ്ത് എടുക്കാം. ഇനി നമുക്ക് ഈ ഭാഗം ഒന്ന് കട്ട് ചെയ്ത് രണ്ടാക്കി എടുക്കാം. ഇനി നമുക്ക് ഇതിൽ നിന്നും ഒരു ഭാഗം സെപ്പറേറ്റ് ചെയ്യാം. അത് നമ്മളുടെ ബാക്ക് ഭാഗമാണ്. ഇനി നമ്മൾ ഫ്രണ്ട് ആം ഹോള് 1/2 ഇഞ്ച് നീക്കി മാർക്ക് ചെയ്തിട്ടില്ലേ, അതിലൂടെ നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം.
ഇനി നമുക്ക് കൈ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ആം ഹോളൊന്ന് അളവെടുത്ത് നോക്കാം. നമ്മൾ ഇതുപോലെ ടാപ്പ് വെച്ച് ഇതുപോലെ ഇതിൻ്റെ ചുറ്റിലുമുള്ള അളവ് നമുക്ക് എത്രയാണെന്ന് നോക്കി എടുക്കാം. ഇപ്പോൾ ഇവിടെ 10.5 ഇഞ്ചാണ് കിട്ടിയിട്ടുള്ളത്. ഇതിനനുസരിച്ച് നമുക്ക് സ്ലീവ് കട്ട്. ഞാനിപ്പോൾ ഇവിടെ കൈ വെട്ടാൻ വേണ്ടിയിട്ട് ക്ലോത്ത് 2 മടക്കാക്കി വെച്ചിട്ടുള്ളതാണിത്. എൻ്റെ സ്ലീവിൻ്റെ ലെങ്ത്ത് വരുന്നത് 5 ആണ്. നമുക്ക് 1/2 ഇഞ്ച് ഷോൾഡർ ജോയിൻ ചെയ്യുമ്പോഴും പോവും. പിന്നെ താഴ്ഭാഗം മടക്കി അടിക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു 1 ഇഞ്ചും ആവശ്യമാണ്. അങ്ങനെ ഞാൻ 6.5 ഇഞ്ചാണ് എടുക്കുന്നത്. ഇനി നമ്മുടെ കൈയുടെ വീതിക്ക് നോക്കാൻ വേണ്ടി നമ്മളുടെ അളവ് ചുരിദാർ എടുത്ത് നമ്മളൊന്ന് അളന്നെടുക്കാം. അപ്പോൾ ഇവിടെ 6.5 തന്നെയാണ് വരുന്നത്. അതിൻ്റെ കൂടെ നമ്മളൊരു 1.5 ഇഞ്ച് തയ്യൽ തുമ്പൂടെ കൊടുക്കാം. നമുക്കിവിടെ അടയാളപ്പെടുത്തി കൊടുക്കാം. ഇനി നമുക്കിവിടെ നമ്മൾ ആം ഹോളിൽ നിന്നും അളവെടുത്തത് 10.5 ഇഞ്ചാണ്. ആ 10.5 ഇഞ്ച് ഇവിടെ നമുക്കൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഈ 10.5 ഇഞ്ചിൽ നിന്നും 3 ഇഞ്ച് നീക്കി ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് കൈയുടെ ഭാഗം ഇതുപോലെ ചെറുതായി ഒന്ന് കർവ് ചെയ്ത് വരച്ചു കൊടുക്കാം. ഇനി ഇതിൻ്റെ താഴ്ഭാഗം നമുക്ക് ഇങ്ങനെയൊന്ന് യോജിപ്പിച്ച് കൊടുക്കാം. ഇനി ഈ മാർക്കിങ്ങിലൂടെ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഇപ്പം നമ്മൾ ഇവിടെ കൈ ഇവിടെ വെട്ടിയെടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ ഒരു സ്ലീവ് മാത്രമാണ് വെട്ടിയിട്ടുള്ളത്. ഇനി നമുക്ക് ഇതേ അളവിൽ തന്നെ അടുത്ത സ്ലീവും വെട്ടിയെടുക്കാം. ഇനി നമുക്ക് ഇതുപോലുള്ളൊരു പീസ് കൂടെ ആവശ്യമാണ്. നമ്മൾ ലൈനിങ് ഇടാതെയാണ് ഈ ചുരിദാർ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് നമ്മൾ നെക്ക് തയ്ക്കുമ്പോൾ ഇതിൽ വെച്ച് വെട്ടി മറിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ്. ഇതിൻ്റെ താഴ്ഭാഗം ഞാനൊരു 1/2 ഇഞ്ചിൽ മടക്കി തയ്ച്ചിട്ടുണ്ട്. ഇപ്പോൾ സ്റ്റിച്ചിങ് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. താങ്ക് യു.